നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ പെറോട്ടയും ബീഫും. അപ്പോൾ നല്ല ചൂട് പെറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഇത്. നല്ല നാടൻ രീതിയിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് മറക്കാതെ കാണാം. ബീഫ് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം 2 സവാളയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അപ്പോൾ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പൊടിച്ചെടുക്കും. പൊടിച്ചതും കൂടി നമ്മൾ ഈ ബീഫിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്. നമുക്കത് നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യണതെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ലോണം തേങ്ങ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് 3 ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തീയൊക്കെ നന്നായിട്ട് കുറച്ചൊക്കെ, അല്ലെങ്കിൽ തേങ്ങയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത മസാലപ്പൊടികളെല്ലാം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ബീഫ് എടുത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ കാണിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടിയെടുത്താൽ മതി തേങ്ങയും മറ്റുള്ള മസാലപ്പൊടികളെല്ലാം. അപ്പോൾ ഇനി നമുക്കിനി ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ, അപ്പോൾ കറക്റ്റ് ആ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമുക്ക് ആ സവാള കട്ട് ചെയ്തതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത് സവാള വല്ലാണ്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ ബാക്കി കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് വഴറ്റി വരുമ്പോഴാണ് നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ ബീഫും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീഫും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബീഫിൽ വെള്ളമൊക്കെ ഉണ്ടാവും, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് മാറ്റൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ചേർന്നൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളീ തേങ്ങ വറുത്ത് വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രൂപമാവും. ഇനി നമുക്കിത് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ബീഫിലെ വെള്ളം അധികം വറ്റണേക്കാൾ മുന്നായിട്ട് ഈ പൊടിച്ച് വെച്ച് നമ്മൾ തേങ്ങ ഇട്ടുകൊടുത്ത കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ വെള്ളമൊക്കെ വറ്റണേക്കാൾ മുന്നായിട്ട് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ബീഫിൽ മസാലയൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പം ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പ് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ
ചതച്ച മുളക് ഇട്ട് കൊടുക്കുക, ഉണക്കമുളക്, അതല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ബീഫ് ഫ്രൈ നന്നായിട്ടൊന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് നല്ല ചൂട് പെറോട്ടയുടെ കൂടെ കഴിക്കാം. അപ്പം നമുക്ക് ഗ്രേവി ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഗ്രേവി ടൈപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മയോനൈസും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇതിൻ്റെ ടേസ്റ്റ്. ആ തേങ്ങക്കൊന്ന് വറുത്തിട്ട് ആ പൊടിച്ചതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ബീഫിൽ ചേർന്നിട്ട് പിന്നെ ചൂട് പെറോട്ടയും പിന്നെ മയോനൈസും കൂടി ഉണ്ടല്ലോ അതും കൂടിയും ചേർത്ത് വരുമ്പോൾ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെന്തുട്ടാ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക. താങ്ക് യു.